ഇതിപ്പോ ഇവിടെ പൂ വരുന്നേ ഉള്ളൂ. നമ്മുടെ തൊടിയില അതിൻ്റെ വരിക്കാൻ വരുമ്പോ കണ്ടില്ല. ഇത് മയില് കൊത്തണതാണ്. അത് മയില് കൊത്തുന്നതാണ് ഡൗട്ട് എനിക്ക്. ഇന്നലെ തന്നെ വലിച്ചുള്ളൂ. വലിച്ചു പറഞ്ഞാ മൊത്തം എടുത്തിട്ടില്ല. ഇതിനെ കാച്ചിട്ടുള്ളൂ. ഇതിലൊക്കെ ഇത് ഫസ്റ്റ് പറിച്ചിട്ടില്ല. ഇത് ചന്തൂരും പറിച്ചിട്ടില്ല. പറിച്ചത് ബങ്ങനപ്പള്ളി മാത്രം. ഹിമാമസ് ഇതാണ് വെറൈറ്റി മാങ്ങ. ഹിമാമസ് പച്ച പൊളിക്കില്ല. അതാണ് തിന്നുകൊണ്ടിരിക്കുന്ന മാങ്ങ. പച്ച പൊളിക്കാത്ത സാധനം ഹിമാമസ്. ഇപ്പോൾ നല്ല മൂപ്പക്കായി ഒക്കെ പാക്ക് ചെയ്ത് കൂടെ നല്ല വില കിട്ടും. ഇത് മൂപ്പായിട്ടില്ല. മൂപ്പായ നല്ല വില. പാലടിച്ചു തുടങ്ങിയില്ല. ഇല്ല, അത് ആയിട്ടില്ല. ഇത് ഇതിന്റെ നെട്ടി ഉണ്ടല്ലോ. ഇതിന്റെ നെട്ടി ഇനിയും കുറച്ചും കൂടി ഉള്ളിൽ പോണം. കുറച്ചും കൂടി ഉള്ളിലേക്ക് കുഴിഞ്ഞാൽ മാത്രമേ അതാ ഈ കായ. അത് മാക്സിമം കുറച്ചായിട്ടുണ്ട് മൂപ്പ്. ഇതാണ് അതിന്റെ ഏകദേശം ലെവല്. പിഞ്ചിന്റെ ഇത് അത് ഉള്ളിൽ പോയാൽ മാത്രമേ ഈ കായ ആവുള്ളൂ. ഇതൊരു 15 ദിവസം ഈ സാധനങ്ങളിൽ നിൽക്കുന്നതിൽ മാക്സിമം ഒരു 15 ദിവസത്തിൽ ഈ കായ് പൊട്ടിക്കാം. അതേമാതിരി ഇതും അതേ മാങ്ങയാണ്. ഹിമാമസ് ഇതും അതേ ലെവലിൽ ഇതിന് നിൽക്കണം. ഇതൊക്കെ ഒരു 5 വർഷമായ തൈകളാണ്. 5-6 കൊല്ലം മാക്സിമം 5-6 കൊല്ലം അത്ര ആയിട്ടുള്ള. കായ്പ് തുടങ്ങിയിട്ട് എത്ര കൊല്ലം അതിൻ്റെ കാപ്പ്? 3 കൊല്ലം കായ്ച്ചു തുടങ്ങിയിട്ട് അല്ലേ? ഈ കൊല്ലാണോ കൂടുതൽ കായ്ച്ചിരിക്കുന്നത്? കായായിട്ടുള്ളത് ഈ കൊല്ലം പൊതുവെ കഴിഞ്ഞ വർഷം പൊതുവെ മാങ്ങ നഷ്ടത്തിലായിരുന്നു. ഒറ്റ മഴ ചൂട് കൂടലും മഴയില്ലാണ്ടും പ്രാവശ്യം ഒരു സമാധാനമുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ ഇതൊക്കെ തോട്ടം കാണുമ്പോൾ ഇത്ര ഭംഗി ഉണ്ടായിരുന്നില്ല, ഇത്ര കായ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷം തിരക്കേട്ടില്ല. നോക്കാം. ഒരു മഴ കിട്ടിയതല്ലേ അല്ലേ? ഇപ്പോഴത്തെ ചെറുതായിട്ട് വന്നു പോയാ നല്ലതാ. വെള്ളം തിരിക്കണം. ഇത് ഫുള്ളായിട്ട് വെള്ളം ഭൂമി മൊത്തം നനയണം. ഈ പൂക്കള് ഇത്ര കൊഴിയില്ല. ഒന്ന് മഴ കിട്ടിയ പൂവ് ഒന്ന് പിടിച്ചു കിട്ടും. രാത്രി തണുപ്പുണ്ട്, എന്നാലും